Find the MLEs for mu and sigma square using samples taken from a normal population n mu sigma. ഇപ്പോൾ എൻ മ്യൂ സിഗ്മ എന്ന് സാമ്പിളുകൾ എടുക്കുകയാണെങ്കിൽ മ്യൂവിനും സിഗ്മ സ്ക്വയറിനുള്ള MLEs ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് മ്യൂവിനുള്ള MLE കണ്ടുപിടിക്കാം, ദെൻ സിഗ്മ സ്ക്വയറിനുള്ള MLE കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ സാമ്പിളുകൾ എടുക്കണം. അപ്പോൾ ആദ്യം പോപ്പുലേഷനുള്ള ഞാൻ സാമ്പിൾ എടുക്കുകയാണ്. x1, x2, etc. xn is a random sample taken from the population n mu sigma. അല്ലേ? അപ്പോൾ നോർമൽ പോപ്പുലേഷനാണ് സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നോർമൽ പോപ്പുലേഷൻ്റെ PDF നമുക്കറിയാം, fx mu കോമ സിഗ്മയാണ് PDF. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 / സിഗ്മ റൂട്ട് ഓഫ് 2π e raised to minus x minus mu the whole square divided by 2 sigma square. കോമ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി, സിഗ്മ ഗ്രേറ്റർ ദാൻ 0 കംപ്ലീറ്റ് ആയിട്ട് പറയാൻ വെച്ചാൽ. അപ്പോൾ നമ്മൾ ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത് ഈ പോപ്പുലേഷൻ എന്നാണ്. ഇതേ PDF ആയിരിക്കും സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷൻസിനും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എഴുതാം f of x1 mu കോമ സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by sigma root of 2π e raised to minus of x1 minus mu the whole square by 2 sigma square. हमारी f of x2 mu comma sigma will be equal to 1 by sigma root of 2π e raised to minus x2 minus mu the whole square by 2 sigma square. അങ്ങനെ പോയിട്ട് f of xn mu comma sigma will be equal to 1 by sigma root of 2π e raised to minus xn minus mu the whole square by 2 sigma square. അപ്പോൾ ഓരോരുത്തരുടെയും PDF നമുക്കറിയാം അല്ലേ? നമുക്ക് കാണേണ്ടത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ ആണ്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അപ്പോൾ നമുക്ക് L എന്ന് എഴുതിയാൽ മതി. L of x1, x2, etc. xn ആണ്. L is equal to f of x1 mu comma sigma into f of x2 mu comma sigma etc. f of xn mu comma sigma. ഇങ്ങനെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതണം, വിച്ച് ഇസ് ഈക്വൽ ടു 1 by sigma root of 2π e raised to minus x1 minus mu by sigma x1 minus mu the whole square by 2 sigma square into 1 by sigma root of 2π e raised to minus xn minus mu the whole square by 2 sigma square. അങ്ങനെ ലാസ്റ്റ് ടേം 1 by sigma root of 2π e raised, ഇവിടെ x2 ആയിരുന്നേ, ഇവിടെ x2 xn അല്ല, ഇവിടെ x2 ആണ്. e raised to minus xn minus mu the whole square by 2 sigma square മൈനസ് അല്ലേ? എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ടേമുകളുടെ കോമൺ ടേംസ് ഒന്നിച്ചെടുക്കുമ്പോൾ 1 by sigma root of 2πനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണുന്നുണ്ട്. 1 by sigma root of 2π ഹോൾ റേസ് ടു n കൊടുക്കാം അല്ലേ? പിന്നെയുള്ള ടേമുകളൊക്കെ നോക്കിയേ, നമ്മളിത് ചെയ്തതാണ് ഇതേപോലത്തത്. ഇവിടെ ഈ റേസ് ടു ൻ്റെ പവറിൽ വരുന്ന ടേമുകളെല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ റേസ് ടു 1 by 2 സിഗ്മ സ്ക്വയർ ഞാൻ പുറത്തേക്ക് വെക്കുന്നു. പിന്നെ ബാക്കിയുള്ള ടേമുകൾ ഏതാണ്? x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ, അങ്ങനെയുള്ളവരെ x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ, മൈനസ് 1 by സിഗ്മ സ്ക്വയർ പുറത്താണ്, പ്ലസ് x2 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എക്സെട്ര xn മൈനസ് മ്യൂ the whole square. ടേമുകളൊക്കെ ആഡ് ചെയ്തു. that is equal to likelihood function is equal to L is equal to 1 by sigma root of 2π whole raised to n e raised to minus 1 by 2 sigma square. ബാക്കിയുള്ള നമ്മൾ സമ്മേഷൻ വെച്ചിട്ടുണ്ട്. സമ്മേഷൻ I is equal to 1 to n xi minus mu the whole square. ഇങ്ങനെയാണ് നമ്മൾ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇത് നമ്മളെ എല്ലാണ്, നമ്മളതിന് ലോഗലാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ലോഗൽ എടുക്കുമ്പം ലോഗൽ ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ്, ഇപ്പോൾ ലോഗ് എടുത്തപ്പോൾ ലോഗൽ ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് ഈ രണ്ട് ടേമുകളുടെ ലോഗരിതം. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞിട്ട് ഇതിനെ രണ്ടെണ്ണാക്കി ഞാൻ എഴുതുകയാണ്. ലോഗരിതം ഓഫ്, ഇവിടെ ഞാൻ സിഗ്മേനെ ഞാനൊരു ചെറിയ മാറ്റം വരുത്താൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സിഗ്മ സ്ക്വയറിൻ്റെ ഒക്കെ കാണണമല്ലോ. അപ്പോൾ ഞാൻ ഇതിനെ 1 by റൂട്ട് ഓഫ് 2π സിഗ്മ സ്ക്വയർ അവർ ഒന്നിച്ചിട്ട് റൂട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയിരിക്കുകയാണ്
അല്ലേ, ഹോൾ റേസ് ടു എൻ. ഇത് ചെയ്തിരിക്കുന്നത് സിഗ്മ പുറത്ത് നിൽക്കുന്നതും എല്ലാത്തിനും ഒന്നായിട്ട് ഞാൻ റൂട്ടിൻ്റെ ഉള്ളിലും കയറ്റിയിരിക്കുകയാണ്. പ്ലസ് ലോഗരിതം ഓഫ് ലോഗരിതം ഓഫ് ഇ റേസ് ടു -1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിന് ചെറിയൊരു മാറ്റം കൂടി വരുത്തുകയാണ്. റൂട്ട് ഓഫ് 2π സിഗ്മ സ്ക്വയർ പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവറിൽ 1/2 ആണ്. അതും ഇവിടെ ഒരു എന്നും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, ലോഗരിതം ഓഫ് ദിസ് ഇസ് 2π സിഗ്മ സ്ക്വയർ ഹോൾ റേസ് ടു n/2 പ്ലസ് ലോഗരിതം ഓഫ് ദിസ്. അപ്പോൾ ലോഗരിതം ഓഫ് ഇതെന്ന് പറഞ്ഞാൽ ആ പവറിനെ ഞാൻ താഴേക്ക് എടുത്ത് എഴുതുന്നു. -1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ലോഗ് ഇ. ലോഗ് ഇ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം ലോഗ് ഇ ടു ദ ബേസ് ഇ ആണ് എടുക്കുന്നത്, അത് 1 ആയിട്ട് പോകും. ആൻഡ് ഇവിടെ ഞാൻ ചെറിയൊരു സ്പ്ലിറ്റിംഗ് നടത്താൻ പോവുകയാണ്. ദിസ് ഇസ് ആദ്യം ഞാൻ പവറിനെ താഴേക്ക് എടുത്തിട്ട് എഴുതും, ഒരു മൈനസ് ഉണ്ട്, -n/2 ലോഗ് 2π. ഈ ചെയ്യുന്നത് ശരിക്ക് മ്യൂവിന് ഉള്ള എസ്റ്റിമേറ്റർ കാണുമ്പോൾ ആവശ്യമില്ല, സിഗ്മ സ്ക്വയറിൻ്റെ കൂടി നമുക്കിവിടെ കാണാം. അപ്പോൾ സിഗ്മ സ്ക്വയറിൻ്റെ ടേമിനെ ഞാൻ അങ്ങനെ വേറെ മാറ്റി വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മറ്റേതെന്ന് ഡയറക്റ്റ് ചെയ്യായിരുന്നു, ഞാനിപ്പോൾ ആ മാറ്റി വെക്കുന്നത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ലോഗ് അല്ലേ, ലോഗ് 2π ഉണ്ട്, ലോഗ് സിഗ്മ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ലോഗ് 2π ഒന്നിച്ചിട്ടും -n/2 ഇൻറ്റു ലോഗ് സിഗ്മ സ്ക്വയർ. അതായത് ഇവിടെയുള്ള രണ്ട് ടേമുകളെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഞാൻ വെറും കോൺസ്റ്റൻറ്റ് ടേമും ഒന്ന് സിഗ്മ സ്ക്വയറിൻ്റെ ടേമും. അതിന് ഫർദറായിട്ട് സിഗ്മ സ്ക്വയറിൻ്റെ MLE കാണുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുകയാണ്. മ്യൂവിൻ്റെ MLE കാണുമ്പോൾ ഇവിടെ മ്യൂ ഒന്നും വരാത്ത ടേമാണ്, ഇത് അതിനെ ബാധിക്കുന്നേ ഇല്ല കേട്ടോ. പ്ലസ് -1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇത് ഞാൻ എടുത്തു വയ്ക്കുകയാണ്. ഇത് തന്നെയാണ് ഞാൻ പിന്നെയും ഉപയോഗിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളെ ലോഗൽ, ഇതാണ് നമുക്ക് ലോഗൽ കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ MLE ഫോർ മ്യൂ ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ MLE ഫോർ മ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആണ് ഇതിനെ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഡോ ലോഗൽ ബൈ ഡോ മ്യൂ. അപ്പോൾ മ്യൂ അല്ലാത്ത ടേമുകളെല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയിപ്പോയി. ഇപ്പോൾ ഇവിടെ മ്യൂ ഇല്ല, ദിസ് ഇസ് 0, ഇവിടെയും മ്യൂ ഇല്ല, അത് 0. അപ്പോൾ ബാക്കി ഇവിടെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ദിസ് ഇസ് -1/2 സിഗ്മ സ്ക്വയർ. മ്യൂ എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് അല്ലേ. അപ്പം 2 ഇൻറ്റു സമ്മേഷൻ i is equal to 1 to n xi മൈനസ് മ്യൂ. ഇവിടെ മൈനസ് മ്യൂ ഉള്ളതുകൊണ്ട് ഇൻറ്റു -1 കൂടി കൊടുത്തു അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 2ഉം ക്യാൻസലായിപ്പോയി, -1ഉം -1ഉം +1 ആയി. അപ്പോൾ ബാക്കി എന്താ നമുക്ക് വരുന്നത്? ദിസ് ഇസ് summation I is equal to 1 to n xi മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ. ഇനി വെച്ചാൽ സമ്മേഷനെ നമുക്ക് ഉള്ളിലേക്ക് രണ്ട് ടേമിനും കൊടുക്കാം. അപ്പോൾ സമ്മേഷൻ I is equal to 1 to n xi മൈനസ് സമ്മേഷൻ I is equal to 1 to n മ്യൂ ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ xiനെ നമുക്ക് സമ്മേഷൻ xi തന്നെ എഴുതാം, മൈനസ് സമ്മേഷൻ മ്യൂ എന്താണ്? n ടൈംസ് ഒരു കോൺസ്റ്റൻറ്റിനെ ആഡ് ചെയ്യും. ഇതാണ് നമുക്ക് ഡോ ലോഗൽ ബൈ ഡോ മ്യൂ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡോ ലോഗൽ ബൈ ഡോ മ്യൂ ഇസ് ഈക്വൽ ടു സമ്മേഷൻ xi മൈനസ് n മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഡോ ലോഗൽ ബൈ ഡോ മ്യൂവിനെ നമ്മൾ 0 എന്ന് കൊടുക്കുന്നു. അതിന് 0 എന്ന് കൊടുക്കുമ്പോൾ ആര്യ 0 ആവും? ദിസ് ടേം വിൽ ബി ഈക്വൽ ടു 0 അല്ലേ. ഇത് 0 എന്ന് പറഞ്ഞാൽ സമ്മേഷൻ xi മൈനസ് n മ്യൂ വിൽ ബി ഈക്വൽ ടു 0. സിഗ്മ സ്ക്വയർ ഇൻറ്റു 0 വരും അല്ലേ. ഓർ സമ്മേഷൻ xi ഇസ് ഈക്വൽ ടു n മ്യൂ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് മ്യൂ? നമുക്ക് മ്യൂവിനുള്ള എസ്റ്റിമേറ്റർ ആണ് വേണ്ടത്. ദെൻ മ്യൂ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ മ്യൂ ക്യാപ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ xi ബൈ n, ഓർ ദറ്റ് ഈസ് ഈക്വൽ ടു x ബാർ. അപ്പോൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ ഇസ് x ബാർ എന്ന് കിട്ടി. ഓക്കെ, ഇനി അതേമാതിരി നമ്മൾ അടുത്തത് MLE ഫോർ സിഗ്മ സ്ക്വയർ ആണ് കാണേണ്ടത്. MLE ഫോർ സിഗ്മ സ്ക്വയർ കാണണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡോ ലോഗൽ ബൈ ഡോ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം അല്ലേ. അപ്പം ഡോ ലോഗൽ ബൈ ഡോ സിഗ്മ സ്ക്വയർ ആണ് ആദ്യം കാണേണ്ടത്. അപ്പം നമ്മൾ ലോഗൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു
അല്ല, ഇത് 0 എന്ന് കൊടുക്കണം. അപ്പോൾ ലോഗൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ലോഗൽ നമ്മൾ എഴുതിയത് എങ്ങനെയായിരുന്നു? ഇതാ -n/2 log 2π -n/2 log sigma square പ്ലസ് ഈ ടേം. അപ്പോൾ നമുക്കത് എഴുതാം. -n/2 log 2π -n/2 log sigma square -1/2 sigma square summation xi minus mu the whole square. ഇതായിരുന്നു നമ്മുടെ ലോഗൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്ക്വയർ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. നമ്മൾ മുമ്പ് ഇതേമാതിരി സിഗ്മ സ്ക്വയർ എന്നപ്പോൾ തീറ്റ എന്നൊക്കെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ വീണ്ടും സിഗ്മ സ്ക്വയർ തന്നെ എടുക്കുന്നത്. ഇത് നമ്മൾ ഒരിക്കലും അത് ബേസ് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഫറൻഷ്യൽ തന്നെയാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നൊക്കെയുള്ള സ്ഥാനത്താണ് ഇവിടെ സിഗ്മ സ്ക്വയർ വരുന്നത്. അപ്പോൾ സിഗ്മ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ടേം എന്താ? ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ടേം, ദാറ്റ് ഇസ് 0 മൈനസ് n/2 ഇൻറ്റു ലോഗ് സിഗ്മ സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ? 1/സിഗ്മ സ്ക്വയർ മൈനസ് ഇവിടെ സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ ഇല്ലാത്ത ടേമാണ്. ഇവിടെ സിഗ്മയുള്ളത് 1/സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ 1/x പോലെയതുള്ളൂ. 1/സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്ക്വയർ ആണ് ചെയ്യുന്നത്. അത് ഓർക്കണം. നമ്മൾ 1/xനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1/x². അപ്പോൾ സിഗ്മ സ്ക്വയറിനെ ചെയ്യുമ്പോൾ -1/സിഗ്മ സ്ക്വയർ സ്ക്വയർ. or this is equal to n/2 sigma square minus summation xi minus mu the whole square by 2 sigma raised to 4. ഇനി നമ്മൾ എന്തു ചെയ്യും? ഡോ ലോഗൽ ബൈ ഡോ സിഗ്മ സ്ക്വയറിന് 0 എന്ന് കൊടുക്കും. എന്നാലാണ് നമുക്ക് സിഗ്മ സ്ക്വയറിനുള്ള MLE കിട്ടുന്നത്. അപ്പം ദാറ്റ് മീൻസ് n/2 സിഗ്മ സ്ക്വയർ മൈനസ് സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 sigma raised to 4 is equal to 0, or n/2 sigma square is equal to summation xi minus mu the whole square divided by 2 sigma raised to 4. അപ്പോൾ നമുക്ക് 2ഉം ക്യാൻസൽ ചെയ്യാം. ഈ സിഗ്മ സ്ക്വയറും ഇവിടുത്തെ സിഗ്മ റേസ് ടു 4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ വരിക? n is equal to summation xi minus mu the whole square divided by sigma square. Or what is sigma square? Or sigma square cap is equal to summation xi minus mu the whole square divided by n. ഇതാണ് സിഗ്മ സ്ക്വയറിൻ്റെ MLE ആയിട്ട് കിട്ടുന്നത്. ഇഫ് മ്യൂ ഈസ് അൺനോൺ, മ്യൂ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മ്യൂ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഇറ്റ്സ് എക്സ്റ്റിമേറ്റ്. മ്യൂ ക്യാപ്പ് കൊണ്ട് എക്സ്റ്റിമേറ്റർ എക്സ് ബാർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n എഴുതാം. ദിസ് ഇസ് എസ് സ്ക്വയർ. സാമ്പിൾ വേരിയൻസ് തന്നെയാണ്. സാമ്പിൾ വേരിയൻസ് നമുക്ക് രണ്ട് തരത്തിൽ എഴുതാം. either it can be written as 1/n summation xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എഴുതാം. അല്ലെങ്കിൽ സ്ക്വയറൊക്കെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വന്നാലും അത് എസ് സ്ക്വയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ സിഗ്മ സ്ക്വയർ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ എന്ന് കിട്ടി. മ്യൂ അറിയുമെങ്കിൽ സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ n ആണ്.